സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടൊരു ന്യൂസാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള നടൻ വിനായകൻ, നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള വിനായകൻ. ആ വിനായകന് ഒരു അപകടം സംഭവിക്കുകയുണ്ടായി. അതായത് വിനായകന്റെ നമുക്കറിയാം ഈ ഒരു അടുത്തിടയിൽ ഇറങ്ങിയിട്ടുള്ള കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ, വിനായകൻ നായകനായിട്ടുള്ളതും മമ്മൂട്ടി പ്രതിനായകനായിട്ടുള്ളതുമായിട്ടുള്ളൊരു സിനിമ. ആ കളങ്കാവലിന്റെ വിജയത്തിൽ വിനായകന്റെ പങ്ക് വളരെ വലുതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വിനായകനെ ഇത്രയും നാൾ ആളുകൾ കണ്ടിരുന്ന രീതിയിൽ നിന്ന് മാറി വിനായകനെ കേരളത്തിലെ ജനങ്ങൾ ഇടനെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് വലിയൊരു സ്ഥാനം കൊടുത്തത് മമ്മൂട്ടിക്കൊപ്പം വന്നതിന് ശേഷമാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കരുതലും ചേർത്ത് പിടിക്കലിനും അതൊക്കെ കിട്ടിയതിന് ശേഷം വിനായകന് വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്, നമ്മൾ ചർച്ച ചെയ്തതുമാണ്, പല മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതുമാണ്. അപ്പൊ അങ്ങനെ വിനായകൻ ഈ ഒരു അടിച്ചു പൊളിച്ച്, അതായത് ഒരു തിരിച്ചുവരവ്, വിനായകന്റെ തിരിച്ചുവരവ് മമ്മൂട്ടിയുടെ മാത്രമല്ല, വിനായകന്റെ ഒരു മനുഷ്യനായിട്ടുള്ള തിരിച്ചുവരവായിരുന്നു കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ കൂടി എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് വിനായകൻ ഈ ജയിലർ സിനിമയ്ക്ക് ശേഷം വിവാദ നായകനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. നായകൻ വിനയായവൻ എന്നൊക്കെയുള്ള രീതിയിലേക്കാണ് എല്ലാവരും ചിന്തിച്ചിരുന്നതും പറഞ്ഞിരുന്നതും പ്രവർത്തിച്ചിരുന്നതും. എന്നാൽ ഈ സിനിമ വന്നതിന് ശേഷം നായകനാണെന്നുള്ള ഒരു രീതിയിലേക്ക് വിനായകൻ മാറി. അതെങ്ങനെയാണ്? മമ്മൂട്ടിയുടെ ചേർത്ത് പിടിക്കലും മമ്മൂട്ടിയുടെ കരുതലും ഒക്കെ കിട്ടിയതിന് ശേഷം, ആ സ്നേഹവും വാത്സല്യവും കിട്ടിയതിന് ശേഷം, അപ്പൊ അങ്ങനെ വിനായകനെ കേരളത്തിലുള്ള ജനങ്ങളെല്ലാം സ്വീകരിക്കുകയും വിനായകൻ എന്ന് പറയുന്ന മനുഷ്യൻ അത്രയും നാളും ചെയ്തിട്ടുള്ള എല്ലാ വൃത്തികേടുകളും എല്ലാവരും മറക്കുകയും, വൃത്തികേടെന്ന് പറഞ്ഞാൽ വിനായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിനായകൻ അതെങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല. ഒരു ക്രൗഡ് വരുമ്പോൾ തന്നെ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും പറഞ്ഞ് പ്രൊവോക്ക് ചെയ്താൽ തനിക്കതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, തനിക്കതിനെ തള്ളിക്കളയാൻ പറ്റില്ല. താനത് റിയാക്ട് ചെയ്യുന്ന രീതി അത് തിരിച്ച് മോശമായിട്ടാണ്, അത് എൻ്റെ ഭാഗത്ത് തെറ്റാണ്. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ എല്ലാ ആളുകളോടും സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് ആത്മസമീപനം പാലിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എനിക്കും പുറത്തിറങ്ങി എല്ലാവരുടെയും കൂടെ നടക്കണമെന്നും, എനിക്ക് സിനിമ കാണാൻ തിയേറ്ററുകളിൽ പോകണമെന്നും, എനിക്ക് സെൽഫി എടുക്കണമെന്നും, ഇൻ്റർവ്യൂസിൽ വരണമെന്നും എല്ലാ ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല. കാരണം എനിക്ക് ആളുകളെ കൺട്രോൾ ചെയ്യല്ല. ക്രൗഡ് വരുന്ന സമയത്ത് അവരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണം എന്നറിയില്ല. അതാണ് പ്രശ്നമെന്നാണ് വിനായകൻ പറഞ്ഞത്. എന്നാൽ മമ്മൂട്ടിക്കൊപ്പം കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തേക്ക് വന്നതിന് ശേഷം വിനായകനിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടു. ഇൻ്റർവ്യൂസിലൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന്, സിനിമയിൽ ഓരോ ആളുകളോടും ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അപ്പം അങ്ങനെ വിനായകൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ വിനായകന് പറ്റിയിരിക്കുന്ന വലിയ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഞരമ്പിലൊരു ക്ഷതമേറ്റിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആട് 3 എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് നമുക്കറിയാം, റീൽസ് കണ്ടാണ് ഷൂട്ടിംഗ് നടക്കുന്നു. അതിൽ ഓരോ കഥാപാത്രങ്ങളും വീണ്ടും പഴയ ലുക്കിലേക്ക് അത് വീണ്ടും വരുന്നു. അപ്പോൾ അങ്ങനെ വിനായകൻ ഡ്യൂഡ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സംഘടന രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വിനായകന് എന്തോ ഒരു അപാകത പറ്റിയതാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ ഒരു ഞരമ്പിൽ ക്ഷതമേൽക്കുന്നു. ആ ഒരു ക്ഷതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമായിരുന്നു നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരു പക്ഷേ അയാളുടെ ബോഡി തന്നെ, അയാളുടെ ശരീരം തന്നെ എന്നേക്കുമായിട്ട് കിടക്കയിലേക്ക് പോകുന്ന രീതിയിൽ ബലഹീനമായി പോകുന്ന, അല്ലെങ്കിൽ പാരലൈസ്ഡ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയേനെ. അത് സമയോചിതമായിട്ട് ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് വിനായകൻ വീണ്ടും തിരികെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മൾ പല മാധ്യമങ്ങളിലും കണ്ടതാണ്. അപ്പോൾ വിനായകന് ഈ പറയുന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ആരെ വിശ്വസിച്ചതിൻ്റെ പേരിലാണ് അബദ്ധം പറ്റിയ, അല്ല അങ്ങനെ അവരെ വിശ്വസിച്ചാണ് എനിക്ക് പറ്റിയ മണ്ടത്തരം എന്നൊക്കെ വിനായകൻ പറയുകയുണ്ടായി. തൻ്റെ കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ തനിക്ക് പിന്നീട് ഒരിക്കലും സിനിമയിൽ അഭിനയിക്കാനോ ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനോ പറ്റില്ല. ജഗതി ശ്രീകുമാറിനെയൊക്കെ പോലെ ഒരു പക്ഷേ ആയേനേം എന്ന് വേണമെങ്കിൽ പറഞ്ഞു വിനായകൻ. ഒരു പക്ഷേ മരണം വരെ സംഭവിച്ചേക്കാം. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു വിനായകൻ ഉണ്ടായിരുന്നത്. അപ്പോൾ വിനായകൻ്റെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് മുൻപ് വിനായകന് ഈ ഒരു അപകടം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആളുകളാണ് കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകുന്നത്. സൈബർ പോരാളികളാണ് കേട്ടോ. ഇതൊക്കെ ഉന്നത കുലജാതന്മാരുടെ ടീംസ് ആണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിനായകൻ ചത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും പറയുന്നത്. ഒരാൾക്കൊരു അപകടം പറ്റി കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും മോശം സാഹചര്യത്തിൽ അവരിയ്ക്കുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ അപവാദങ്ങളും അപരാധങ്ങളും ഒക്കെ പറയുന്നതെന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ്. കാരണം അദ്ദേഹം ഒരു അപകടം പറ്റി അദ്ദേഹത്തിൻ്റെ ജീവിത നില തരണം ചെയ്ത് വരികയാണ്. അപ്പോൾ പറയാണ്, ഇവനെ പോലുള്ള കഞ്ചാവോളികളൊക്കെ മരിക്കണം. ഈ വേടൻ്റെ വിഷയം വന്നപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഈ ഇങ്ങനെ കിടന്ന് ഈ രോഷം കൊള്ളുന്ന, അല്ലെ ഇവരോടൊക്കെ ഇത്രയും ദേഷ്യമുള്ള ആളുകളുടെയൊക്കെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഇവരോടുള്ള വിരോധമൊന്നുമല്ല, ഇവരുടെ ജാതിയും ഇവരുടെ നിറവും ഒക്കെയാണ് ഇവർക്ക് ഇഷ്ടമല്ലാത്തത്. അതൊക്കെ അവരെ അതൊക്കെ അവരെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ അങ്ങനെ ഒരു ഉയർച്ച, അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകൾ ഉയർന്നു വരാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി, ആ ചിന്താഗതിയൊക്കെ തന്നെ ആയിരിക്കും ഈ രീതിയിൽ ഇവരെ കൊണ്ട് ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും പറയാനുമൊക്കെ പ്രധാന കാരണമായെന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. സത്യം അത് തന്നെയാണ്, വേണമെങ്കിലെന്നല്ല, സത്യം അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. വണ്ടി
അതല്ലേ എന്താ സംഭവിച്ചത്? എങ്ങനെയുണ്ട് ഇപ്പോൾ ആരോഗ്യം? അതിനെ സെപ്പറേറ്റായി വെയിൻ കട്ടായി 2 ദിവസം അറിഞ്ഞു, ഇല്ലെങ്കിൽ പാരലൈസ്ഡാണ്. കണ്ടില്ലേ, വിനായകനെ ആശുപത്രിയിൽ നിന്ന് ഇറക്കി വാഹനത്തിലേക്ക് കൊണ്ടുവന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് ആളുകളുടെ മെഴുകലുകളുണ്ട്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഇവൻ ചത്തില്ലേ, ഇവന് ചാവാറായില്ലേ, ഇനി ഇവൻ്റെ കുറച്ച് നാളത്തേക്ക് ഇവൻ്റെ അഹങ്കാരം അങ്ങ് തീരും, അല്ലെങ്കിൽ ഇവൻ്റെ കഴപ്പങ്ങ് തീരും. ഈ ചീത്ത വിളിക്കുന്നതും ഇവൻ്റെ ഈ പറയുന്ന വൃത്തികെട്ട പരിപാടികളും ഒക്കെ കാണിക്കുന്നത് ഇനി നമുക്ക് കാണേണ്ടി വരില്ല. ഇവനെ ഇത്രയും നാൾ നമ്മൾ സഹിച്ചില്ല, ഇനി കുറച്ച് നാളത്തേക്ക് സഹിക്കണ്ടല്ലോ, അല്ലെങ്കിൽ ഇനി കുറച്ച് നാൾ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും എന്നൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നത്. ഈ രീതിയിൽ മെഴുകുന്നവരോട് ഞാനും ചോദിക്കട്ടെ, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്തിനാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നത്? വിനായകൻ എന്ത് തെറ്റാണ് നമ്മളോടൊക്കെ ചെയ്തിട്ടുള്ളത്? അയാൾ തന്നെ പറയുന്നുണ്ട്, അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം, അല്ലെങ്കിൽ അയാളുടെ മോശം എന്ന് പറയുന്ന മോശം ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ക്രൗഡിനെ കണ്ടു കഴിഞ്ഞാൽ ഏത് രീതിയിൽ സംസാരിക്കണമെന്ന് അറിയാത്തതോ ആണെന്നുള്ളത്. അങ്ങനെ പറഞ്ഞിരിക്കെ തന്നെ അയാളെ വീണ്ടും നമ്മളിങ്ങനെ ഈ വൃത്തികെട്ടവനാക്കി ചിത്രീകരിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ പറയുന്ന രീതിയിൽ സംഭവിച്ചിരിക്കുന്നത്. സിനിമാ രംഗത്ത് എത്രയും സുരക്ഷയും കാര്യങ്ങളും ഒക്കെ നോക്കി ചെയ്യുന്നൊരു കാര്യത്തിലും എന്തോ സുരക്ഷാ വീഴ്ചയിലുണ്ടായൊരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ വിധിയാണ് ഇങ്ങനെ വിനായകൻ ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു വിധി ഉണ്ടായിരിക്കെ തന്നെ, അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കെ നാളെ ഇത് എനിക്കോ നിനക്കോ ആർക്കും ഒക്കെ വരാം. വിധിയാണ്, നമുക്ക് തടുക്കാൻ സാധിക്കത്തില്ല. അത് എവിടെയും ഏത് രീതിയിലും വരാം. അത് വില്ലനായിട്ട് തന്നെ വരും, ഒരുപക്ഷെ മരണമായിട്ടും വരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഒരാൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റി, അല്ലെ ഒരാൾക്ക് ഇങ്ങനെ ഒരു സംഭവം അപകടമൊക്കെ ഉണ്ടായെന്ന് അറിയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വൃത്തികേടുകൾ പറയുന്നത്? ആ വിനായകന് അയാൾ ഏറ്റവും താഴേക്കിടയിൽ നിന്ന്, ഏറ്റവും മോശം സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വന്നൊരു മനുഷ്യനാണ്. വേടനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഉയർന്നു വന്ന് സിനിമാ ലോകത്ത് തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച് തൻ്റെ ശബ്ദത്തിൽ കൂടിയും തൻ്റെ അഭിനയ മികവിൽ കൂടിയുമെല്ലാം ആളുകളെ ത്രസിപ്പിച്ച ആ ഒരു വിനായകനെ എത്രയോ ആളുകളാണ് ഇപ്പം നെഞ്ചേറ്റുന്നതെന്ന് അറിയോ? അത് 1-2 ആളുകളൊന്നുമല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങളും വിനായകനെ തോളേറ്റിക്കൊണ്ട് നടക്കുകയാണ്. കാരണം കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമാണ് ഇത്രയും ആളുകൾ സ്നേഹിച്ചത്. അതിനും ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായകൻ്റെ ഉള്ളിലുള്ള കല, അല്ലെ വിനായകൻ്റെ ഉള്ളിലുള്ള സിനിമയോടുള്ള അഭിനിവേശം. മമ്മൂക്കയെ പോലെ തന്നെ സിനിമയുടെ അഭിനിവേശമുള്ളൊരു വ്യക്തി തന്നെയാണ് വിനായകൻ. അപ്പോൾ ആ വിനായകൻ അയാൾ റിയൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങളൊക്കെ പറയും, ഞാൻ എന്താ പറയണ്ടേ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വിടുവായത്തരമൊക്കെ പറഞ്ഞ്, തോൽവിത്തരമൊക്കെ പറഞ്ഞ്, മണ്ടത്തരങ്ങൾ പറഞ്ഞ്, വിവരമില്ലായ്മയും കാണിച്ചൊക്കെ എളുപ്പവും. എന്നാൽ അയാൾ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? ഒരു മാജിക്കാണ്. നമുക്കൊരു താരതമ്യം നോക്കുകയാണെങ്കിൽ, ശ്രേയാ ഘോഷൽ എന്ന് പറയുന്ന പാട്ടുകാരി, പുള്ളിക്കാരി മലയാളിയല്ല. എന്നാൽ മലയാളം പാട്ടുകൾ പാടുമ്പോൾ പക്ക ഒരു മലയാളി പാടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്ന് പറയുന്ന പോലെ തന്നെയുള്ളൊരു വ്യത്യാസമാണ് വിനായകനിൽ. എന്നാൽ വിനായകൻ റിയൽ ലൈഫിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നടക്കുന്ന ഒരു സാധാ ഒരു മനുഷ്യൻ. എന്നാൽ സിനിമയിലേക്ക് വരുമ്പോഴോ, ജയിലർ പോലുള്ള സിനിമയിലൊക്കെ നമ്മൾ കണ്ടത് ഒരു കട്ട വില്ലനാണ്. എന്നാൽ കളങ്കാവലിലേക്ക് വരുമ്പോഴോ, കളങ്കാവലിലൊരു പക്ക നായകനെയാണ് നമ്മൾ കണ്ടത്. എല്ലാ രീതിയിലും, അതായത് വിനായകൻ കാണിച്ചു വെച്ചിരിക്കുന്ന രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വിനായകൻ്റെ നോർമലി ഉള്ള, നമ്മൾ ഇൻ്റർവ്യൂസിൽ കണ്ടിട്ടുള്ള, അല്ലെ വിനായകൻ്റെ സംസാരം പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള ഒന്നുമല്ല. അയാളുടെ ആ രൂപവും ആ ഭാവവും ഒന്നുമല്ല ഈ സിനിമയിൽ. എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രത്തിനെ തന്നെയാണ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ വിനായകൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് പൂർണ്ണ പിന്തുണ മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നും മറ്റുള്ള സിനിമയിലുള്ള മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ടാവണം. അത് കിട്ടിയിട്ടുണ്ടാവാതിരിക്കില്ല. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം തേച്ച് മിനുക്കി വിനായകൻ ഒരു കിടിലൻ നടനായിട്ട് തന്നെ, ഒരു കിടിലൻ നായകനായിട്ട് തന്നെ അടിപൊളിയായിട്ട് തകർത്താടിയ സിനിമയാണ് കളങ്കാവൽ. ആ സിനിമ അങ്ങനെ വിജയമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കെ തന്നെ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം 6 കോടി മുടക്കി സിനിമ നിർമ്മിച്ച് ആ സിനിമ ഇപ്പോൾ 100 കോടി ക്ലബിലേക്ക് എത്താൻ പോവുകയാണ്. സിനിമ ടിക്കറ്റ് ബുക്കിങ്ങിലും എല്ലായിടത്തും ഒന്നാമത് തന്നെയാണ്. മോഹൻലാലിൻ്റെ സിനിമകളെയൊക്കെ വെട്ടിച്ചുകൊണ്ട്, അല്ലെ പൊട്ടിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മോഹൻലാലിൻ്റെ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്, ഋഷഭയോ അങ്ങനെ എന്തോണ് പടത്തിൻ്റെ പേര്. ആ പടവും പൊട്ടി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ വിനായകൻ്റെ ഒരു കഥാപാത്രം, വിനായകനെ കഥാപാത്രമാക്കി നായകനാക്കി മമ്മൂക്ക ആ സിനിമയിൽ കൊണ്ടുവരികയും ആ നായകൻ അത് ഓക്കെ ആണെന്ന് മമ്മൂക്കയ്ക്ക് തോന്നി, വിനായകൻ ഓക്കെ ആണെന്ന് തോന്നി. വിനായകനെ വിളിച്ചു, വിനായകൻ വന്ന് അഭിനയിച്ചു. ആ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മമ്മൂക്ക പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വിനായകൻ ഒരു കിടിലൻ നായകനായിട്ട് മമ്മൂക്കയ്ക്കൊപ്പം
ഇടപിടിച്ച് നിൽക്കുന്ന, അല്ലെ മമ്മൂട്ടിക്കൊപ്പം സ്ക്രീനിന് ഷെയർ ചെയ്യുന്ന, മമ്മൂക്കയ്ക്കൊപ്പം തകർത്താടുന്ന ഒരാളായിട്ട് തന്നെയാണ് നമ്മൾ വിനായകനെ കാണുന്നത്. ആ സമയത്ത് വിനായകനോട് നമുക്ക് വലിയ രീതിയിലുള്ള സ്നേഹവും മമ്മൂട്ടിയോട് ഒരു ചെറിയ ദേഷ്യമൊക്കെ വരും. എന്നാലും മമ്മൂട്ടിയല്ലേ, ദേഷ്യം നമുക്ക് അധികം തോന്നാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെയും ഒരു ചെറിയ രീതിയിൽ മമ്മൂക്കയുടെ ദേഷ്യവും വിഷമമൊക്കെ നമുക്ക് തോന്നും. പക്ഷേ വിനായകൻ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രം നാളിതുവരെ നമ്മളൊരു സിനിമയും കാണാത്ത കഥാപാത്രമാണ്. അപ്പോൾ നമ്മൾ അയാളെ എന്തിനാണ് അയാളുടെ റിയൽ ലൈഫിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. റിയൽ ലൈഫിൽ അയാൾ എന്തും ആയിക്കോട്ടെ, അയാൾ സിനിമാ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് സിനിമയിൽ വന്ന വിനായകനെ അറിയുള്ളൂ, റിയലി ഉള്ള വിനായകനെ നമുക്കറിയില്ല. അറിയാവുന്നത് വിനായകൻ്റെ ചിലപ്പോൾ ഒന്നോ രണ്ടോ കൂട്ടുകാർക്കോ അല്ല അടുത്തുള്ള ആളുകൾക്കൊക്കെ അറിയായിരിക്കും, നമുക്ക് ആർക്കും അറിയില്ല. എനിക്കെന്തായാലും വിനായകനെ റിയൽ ലൈഫിൽ അറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ അയാളെ റിയൽ ലൈഫിലുള്ള ഒരു വിനായകനെ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയാളുടെ മോശമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നത്? സിനിമയിൽ അയാൾ എന്താ ചെയ്യുന്നത്, അയാളുടെ കല എന്താണ്, അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. അയാൾക്കൊരു അപകടം പറ്റിയെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നാളെ എനിക്കോ നിനക്കോ ആർക്കും വരാം, നമ്മുടെ കുടുംബത്തിൽ ആർക്കും വരാം, അങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ മറ്റൊരാൾക്ക് വരുമ്പോൾ അവരെ കളിയാക്കുകയും മറ്റൊരാൾക്ക് വരുമ്പോൾ അവരുടെ വിഷമത്തിൽ പങ്കെടുക്കാതെ അവരെ ഇങ്ങനെ മോശം ആളുകളാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ വൃത്തികെട്ട പരിപാടിയാണ്. അതൊരിക്കലും ഒരു മാനുഷികമായ പ്രവൃത്തിയല്ല, പൈശാചികമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വിനായകൻ എത്രയും പെട്ടെന്ന് റിക്കവറായിട്ട് വരട്ടെ. ഇതും എനിക്ക് തോന്നുന്നു ഉന്നത കുലജാതരെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ ഒരു സന്തോഷമാണ് വിനായകൻ ഇങ്ങനെ പറ്റിയത്. ആ ആളുകളുടെ വിഷമമാണ്, അല്ലെ രോഷമാണ് ഈ രീതിയിൽ കമൻറ്റ് ബോക്സുകളിൽ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എനിക്ക് തോന്നുന്നു. എന്ത് തന്നെയാണെങ്കിലും വിനായകൻ പെട്ടെന്ന് തന്നെ തിരികെ വരട്ടെ. ആടെന്ന് പറയുന്ന സിനിമയിലും ഇനിയുള്ള സിനിമകളിലുമെല്ലാം തകർത്താടാനായിട്ട് മമ്മൂക്കയ്ക്കും അതേപോലെ തന്നെ വിനായകനുമൊക്കെ സാധിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.